ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റൊരു പുതിയ ടോപ്പിക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് അല്ലേ? അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പറയുന്നുമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അങ്ങനെയൊക്കെയാണ്. ഇത്ര നാളും വേനൽക്കാലത്തെയൊക്കെ കുറ്റം പറഞ്ഞു. ഇനിയിപ്പോൾ മഴക്കാലം എത്തിയല്ലോ, മഴക്കാലത്തെ നമുക്ക് കുറച്ച് കുറ്റം പറഞ്ഞു കളയാം. ആ ഒരു മാനസികാവസ്ഥയെ നമുക്കുള്ളൂ. സാഹചര്യത്തിനനുസരിച്ചിട്ട് പൊരുത്തപ്പെടാനുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതമെന്ന് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയമൊന്നുമല്ല. ഈ മഴക്കാലം എത്തുമ്പോൾ നമുക്കൊരു വലിയൊരു കരുതലുണ്ട്, ഒരു മുൻകരുതൽ. എന്താണെന്നറിയാം, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു കുടയുണ്ടാവും. അതിപ്പോൾ കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും കാൽനടയായിട്ട് നടന്നു പോവുകയാണെങ്കിലും ബൈക്കിലാണെങ്കിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ടും ഒരു കുടയുണ്ടാവും. അത് ഒരു ധൈര്യമാണ്, ഒരു ആത്മവിശ്വാസമാണ്, നമുക്കൊരു സുരക്ഷിതത്വം നൽകുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്, ഒരു സ്ഥലത്ത് നമുക്ക് ഇറങ്ങേണ്ടതുണ്ടാവും. അപ്പോൾ അവിടെ ബസ് ഷെൽട്ടറില്ല, ഒരു കടയില്ല, കുടയുമില്ല. നമ്മൾ എന്താ ചെയ്യുക? ആകെ ഒന്ന് പെടും അല്ലേ? നമ്മളവിടെ ഇറങ്ങില്ല. ഒന്നുകിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും, അല്ലെങ്കിൽ അടുത്ത ടൗണിൽ ഇറങ്ങും. എന്നിട്ട് തിരിച്ച് മഴയൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. ആ സമയത്ത് ഒരു കുടയുണ്ടെങ്കിലോ ഈ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഒരു ധൈര്യം നമുക്ക് നൽകുന്നുണ്ട്, ഒരു സുരക്ഷിതത്വം നമുക്ക് നൽകുന്നുണ്ട് കുട എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു കരുതലും മുൻകരുതലും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ മഴക്കാലത്തെക്കുറിച്ചോ കുടയെക്കുറിച്ചോ അതിൻ്റെ മുൻകരുതലുകളെക്കുറിച്ചോ അല്ല. അതിലപ്പുറം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ്? ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മുൻകരുതലുകളെക്കുറിച്ചാണ്, കരുതലുകളെക്കുറിച്ചാണ് അല്ലേ? എല്ലാ കാര്യങ്ങൾക്കും ഈ കരുതൽ ആവശ്യമുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളുണ്ട് ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കരുതി വയ്ക്കേണ്ട, നമ്മുടെ മുൻകരുതലുകളിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ജീവിതത്തിൽ പലപ്പോഴും ഒരാൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, ജീവിതം കൈവിട്ടു പോയ നിമിഷങ്ങൾ ഒരാൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, വലിയ മാനസിക സമ്മർദ്ദങ്ങളിലേക്കൊക്കെ ഒരു വ്യക്തി വഴുതി വീഴുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ മുൻകരുതൽ ജീവിതത്തിൽ ഇല്ലാതെ പോയതുകൊണ്ടാണ്. മുൻകൂട്ടിയിട്ട് ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ കാണണം, മനസ്സിലാക്കണം, അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യായുസ്സിനെ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. അത് ചെയ്യാത്തതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, ഒരിത്തിരി സമയം മാറ്റിവെക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായിട്ട് കാണുക. ജീവിതത്തിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയും ജീവിതത്തിൽ ഇത് പ്രാക്ടിക്കലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ജീവിതത്തിന് അതിൻ്റേതായിട്ടുള്ള മാറ്റം നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ജീവിതത്തിൽ എപ്പോഴാണ് ഒരാൾക്ക് അസുഖം വരിക എന്നും പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും വരാം അല്ലേ? അതിനു മുമ്പ് പറയാനുള്ളത്, ഒരു മനുഷ്യായുസ് എന്ന് പറയുമ്പോൾ 4 കാലഘട്ടമാണ്. ബാല്യമുണ്ട്, കൗമാരമുണ്ട്, യൗവനമുണ്ട്, വാർദ്ധക്യമുണ്ട്. ഈ 4 കാലഘട്ടവും പൂർത്തിയാകുന്നിടത്താണ് ഒരു മനുഷ്യായുസ് പൂർത്തിയാകുന്നത്. എന്നാൽ അത്രയും കാലം ഒരു മനുഷ്യൻ ജീവിക്കുമോ, എത്ര കാലം ജീവിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ? ആയുസിൻ്റെ ദൂരം നമുക്കൊരിക്കലും അളക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കണക്ക് പ്രകാരം ഈ 4 കാലഘട്ടങ്ങളിലൂടെയും ഒരു മനുഷ്യൻ കടന്നു പോകും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ തന്നെയാണ് ജീവിതത്തെ കൈകാര്യം ചെയ്യേണ്ടതും. ഈ 4 കാലഘട്ടങ്ങളെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട് എന്ന ബോധത്തോടു കൂടി തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമുക്കറിയാം ഒരസുഖം എപ്പോഴാണ് വരിക എന്ന് നമുക്കറിയില്ല. എപ്പോൾ വേണമെങ്കിലും ഒരസുഖം നമ്മളെ പിടികൂടാം. ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നറിയാം അല്ലേ? നമ്മളെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമോ മറ്റോ ആണ് നമുക്ക് വന്നതെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പെൻസ് നമുക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. ലക്ഷങ്ങൾ ചെലവഴിക്കും അല്ലേ? ഒരു കുടുംബം അങ്ങനെ അങ്ങ് ഇരുന്നു പോകും, എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം. ജീവിതം കൈവിട്ടുപോയ നിമിഷങ്ങളായിരിക്കും അത്. മാനസികമായ വലിയ സമ്മർദ്ദങ്ങളിലേക്ക്, ജീവിതത്തെ വലിയ പരാജയങ്ങളിലേക്ക് തള്ളിയിടാൻ ആ ഒരു ഒറ്റ കാരണം മതി. അപ്പോൾ അസുഖങ്ങൾ എപ്പോഴാണ് ഒരു മനുഷ്യന് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മുൻകരുതലുകൾ എടുക്കാൻ പറ്റും. എന്താണ്? നമുക്ക് നല്ലൊരു ഇൻഷുറൻസ് എടുക്കണമെന്നുള്ളതാണ് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്. ജീവിതത്തിൻ്റെ ഒരു സമയമാകുമ്പോൾ ഒരു ഇത്തിരി പൈസ മാറ്റിവെക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയതിന് ശേഷം ഒരു നല്ല ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ്, നിങ്ങളുടെ ഫാമിലിക്ക് മൊത്തം കവറേജ് ചെയ്യുന്ന രീതിയിൽ, നിങ്ങളുടെ പാർട്ട്ണർക്ക്, നിങ്ങളുടെ മക്കൾക്ക്, അച്ഛൻ, അമ്മ ഇവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ നല്ലൊരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട്
കണക്ട് ചെയ്ത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു പോളിസി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് ജീവിതത്തിന് വല്ലാതൊരു കരുത്തും ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നുണ്ട്. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതം കൈവിട്ടു പോവാതിരിക്കാൻ, തളർന്നു പോവാതിരിക്കാൻ, തോറ്റു പോവാതിരിക്കാൻ നമുക്ക് ഈ ഒരു കാര്യം ജീവിതത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും. ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നുള്ളതാണ്. ഇനി പറയാനുള്ള രണ്ടാമത്തെ കാര്യം, നമ്മൾ വാർദ്ധക്യത്തിലേക്കൊക്കെ പോകും അല്ലേ? ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ മക്കളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള വാർദ്ധക്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഏറെ ഉള്ളത് അല്ലേ? കാരണം വാർദ്ധക്യമാകുമ്പോഴേക്കും ഒരാളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. നല്ല മക്കളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വളർത്തിയ മക്കളൊക്കെ ആണെങ്കിൽ അവരൊരിക്കലും നിങ്ങളെ വലിച്ചെറിയൊന്നുമില്ല. നിങ്ങൾ നല്ല രീതിയിൽ അവർ കൊണ്ടു നടക്കും. പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ തിരക്കിൽക്കിടയിൽ പലപ്പോഴും ഈ വാർദ്ധക്യം ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അവിടെ നമ്മുടെ ജീവിതം വലിയ സമ്മർദ്ദങ്ങളിലേക്കും തോറ്റുപോകാതിരിക്കാനും ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നല്ലൊരു പെൻഷൻ സ്കീം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സർക്കാർ സംവിധാനങ്ങളിൽ മാത്രമല്ല, ഏതൊരാൾക്കും ഒരു പെൻഷൻ സ്കീം, ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കണ്ടെത്താൻ പറ്റും. വാർദ്ധക്യത്തിൽ നമുക്ക് എല്ലാ മാസവും ഒരു ഇത്തിരി പൈസ നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന രീതിയിൽ എന്ത് വേണം, ആദ്യമേ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് വാർദ്ധക്യത്തിൽ പെൻഷൻ കിട്ടുന്ന ഒരുപാട് പദ്ധതികൾ, കാര്യങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ പങ്കാളിയാവുക എന്നുള്ളതാണ്. കാരണം ആ ഒരു എമൗണ്ട് ജീവിതത്തിൽ നമുക്കൊരുപാട് സന്തോഷവും സംതൃപ്തിയും ആത്മവിശ്വാസവും ഒക്കെ നൽകും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാനും വരാനും ഒരു കാര്യം ചെയ്യാനും വാങ്ങാനും ഒക്കെ മക്കളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴേ ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെൻഷൻ സ്കീമിൻ്റെ ഭാഗമാവുക. ഭാവിയിൽ നമ്മുടെ റിട്ടയർമെൻ്റ് ലൈഫിന് ശേഷം നമുക്കത് ഒരുപാട് ഉപകാരപ്പെടുമെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി പറയാനുള്ള മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ റിട്ടയർമെൻ്റ് ലൈഫ് ആകുന്നതിന് മുമ്പ് ജീവിതത്തിലെ സകല കടബാധ്യതകളും നമ്മൾ തീർത്തിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും ഒരായുസ് മുഴുവൻ പണിയെടുത്താൽ പോലും തീരാത്ത ബാധ്യതകളാണ് ഓരോ മനുഷ്യനും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മക്കൾക്ക് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യാറുള്ളത്. അത് പാടില്ല. അതൊരിക്കലും നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുകയില്ല, നമുക്കൊരു സംതൃപ്തി നൽകുകയില്ല. ജീവിതകാലം മുഴുവൻ മനസ്സമാധാനക്കേട് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്ത് വേണം, ജീവിതത്തിൽ ഒരു റിട്ടയർമെൻറ്റ് ഒരു 55 വയസ്സാകുമ്പോഴേക്കും എല്ലാ ബാധ്യതകളും നമ്മൾ തീർത്തിരിക്കണമെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഒരാൾക്ക് ആ ബാധ്യതകൾ തീർക്കാൻ പറ്റാത്തത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വരവിനനുസരിച്ചിട്ടല്ല നമ്മൾ ചെലവാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളൊരു വീട് പണിയുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള വീടാണോ ഇന്ന് പണിതുകൊണ്ടിരിക്കുന്നത്? ഒരു ചെറിയ കുടുംബമാണ്. ആ കുടുംബത്തിന് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീടാണോ? പലപ്പോഴും അങ്ങനെയല്ല എടുക്കാറുള്ളത്. എങ്ങനെയാണ് എടുക്കാറുള്ളത്? മറ്റുള്ളവരെ കാണിക്കാൻ, എനിക്കൊരു വലിയ വീടുണ്ട് എന്ന് അഭിമാനത്തോടെ പറയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മുടെ കപ്പാസിറ്റിക്കപ്പുറമുള്ള വീട് നമ്മൾ പണിയുന്നത്. അതെന്താണ് പിന്നീട് സംഭവിക്കുന്നത്? ആ വീട്ടിൽ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ ആ ബാധ്യതയും കൊണ്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചെലവഴിക്കാൻ പാടുള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ എന്താ? ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആവശ്യത്തിലധികം ചെയ്യുന്നിടത്താണ് അധിക ബാധ്യത, നമുക്ക് താങ്ങാൻ പറ്റാത്ത ബാധ്യത നമ്മളെ പിടികൂടുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. റിട്ടയർമെൻറ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജീവിതത്തിൻ്റെ എല്ലാ ബാധ്യത, ഈ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ജോലിക്കാർക്ക് മാത്രമല്ല, ഏതൊരാൾക്കുമുണ്ട് റിട്ടയർമെൻ്റ് ലൈഫ്. എല്ലാ ആളുകളും ജീവിതകാലം മുഴുവൻ പണിയെടുക്കുന്നവരാണോ? അങ്ങനെ കഴിയില്ല ആർക്കും. ഒരു സമയമാകുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ടയർഡാവും. വെറുതെ ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ജീവിതത്തിലുണ്ടാകും. ആ സമയത്ത് ഒരുപാട് ബാധ്യതകൾ നമ്മുടെ തലയിലുണ്ടാവുകയും അത് മക്കൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ മക്കൾ നിങ്ങളെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം അവർക്ക് വേണ്ടി ജീവിക്കാൻ സമയം കിട്ടാത്തൊരവസ്ഥ അവർക്കുണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പണം ചെലവഴിക്കുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുമ്പോഴോ ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. അതിലപ്പുറം ബാധ്യതകൾ ജീവിതത്തിൽ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി പറയാനുള്ള നാലാമത്തെ കാര്യം, നമുക്ക് വേണ്ടി ഇത്തിരി സമയം മാറ്റിവെക്കണം. സമയം ഒരു കരുതലാണ്. ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സമയം പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. പല ആളുകളും പറയാറുണ്ട്, ഞാൻ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ജീവിച്ചു,
എനിക്ക് ജീവിക്കാൻ പറ്റിയില്ല, ഞാൻ ജീവിക്കാൻ മറന്നുപോയി. അതിൻ്റെ നഷ്ടബോധവും കുറ്റബോധവും കൊണ്ട് ബാക്കിയുള്ള ജീവിതം കൂടി അസ്വസ്ഥതയിലേക്ക് തള്ളിയിടുന്ന ആളുകളാണ് നമ്മളൊക്കെ. അത് പാടില്ല. ജീവിതത്തിൽ നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റിവെക്കണം. എത്ര വലിയ ഉത്തരവാദിത്തങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോഴും, മക്കൾക്കും കുടുംബത്തിനും വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കുമ്പോഴും, നമുക്ക് വേണ്ടിയും നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഒരിത്തിരി സമയം മാറ്റിവെക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റിയില്ല എന്ന് പരാതി പറയുന്നവർ ജീവിതത്തിൽ സ്വയം വിഡ്ഢിയാവുകയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാം. അപ്പോൾ അതാണ് 4ാമത്തെ കാര്യം. ഇനി പറയാനുള്ള ഏറ്റവും ഒടുവിലത്തെ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്തുണ്ടാവണം? ഒരു സേവിങ്സ് ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കൃത്യമായ സേവിങ്സ് ഇല്ല എന്നുള്ളതാണ് കാര്യം. അത് പാടില്ല. അപ്പോൾ ഈ സേവിങ്സ് എന്ന് പറയുന്നത് നമ്മളീ പറയുന്നത് പോലെ എല്ലാ മാസവും കുറച്ച് പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതല്ല. പുറത്ത് നല്ല മഴയുണ്ട്, സൗണ്ടിൽ വേരിയേഷൻ ഉണ്ടാവും, ഒന്ന് ശ്രമിക്കുക. അപ്പോൾ ഈ സേവിങ്സ് എന്ന് പറയുന്നത് എല്ലാ മാസവും നമ്മളിങ്ങനെ കുറച്ച് പൈസ സേവ് ചെയ്യുന്ന കാര്യത്തിലല്ല, അത് പ്രാക്ടിക്കലല്ല. നമ്മൾ ഇന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണമെന്ന് പറയുന്നത് ഒരു 10 വർഷങ്ങൾക്ക് ശേഷമോ 15 വർഷങ്ങൾക്ക് ശേഷമോ അതിൻ്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സേവിങ്സ് അത്ര വലിയ പ്രാക്ടിക്കലല്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതും അത്ര പ്രാക്ടിക്കൽ. ഒരു വലിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ FD ഇടുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ചെറിയ ചെറിയ എമൗണ്ടുകളൊന്നും FD ഇട്ടിട്ടൊന്നും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത് പിന്നീടാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുക. അതിന് പകരം നമുക്ക് വലിയൊരു എമൗണ്ട് കിട്ടുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അവൈലബിൾ ആണ്. മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, SIP പോലുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ എല്ലാ മാസവും ഒരു 1000-ഓ 2000-ഓ എങ്കിലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു 15-ഓ 20-ഓ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടുന്ന എമൗണ്ട് വളരെ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. ഇവിടെ ഒരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും. എന്താ ഉണ്ടാവുക? ഈ മ്യൂച്വൽ ഫണ്ടും SIP ഒക്കെ ലാഭങ്ങൾ മാത്രമല്ലല്ലോ നഷ്ടങ്ങളും ഉണ്ടാവില്ലേ എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. പക്ഷേ നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ശ്രമിക്കുന്നതെങ്കിൽ, അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പ്ലാറ്റ്ഫോമുകളിൽ പണം നിക്ഷേപിക്കാമെന്നുള്ളതാണ്. അതായത് ഈ ലോകം ഇങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ലോകം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിലും SIPയിലും ഒക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന യാതൊരുവിധ പ്രശ്നവുമില്ല. മറിച്ച് ചെറിയ കാലത്തിലേക്ക് വേണ്ടി മാത്രമാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പോൾ ലാഭങ്ങൾ മാത്രമല്ല നഷ്ടങ്ങൾ ഉണ്ടാക്കും. മറിച്ച് 5, 10, 15 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വലിയ പ്രതിസന്ധിയിലേക്കോ അല്ലെങ്കിൽ ജീവിതം കൈവിട്ടു പോകുന്ന നിമിഷങ്ങളിലേക്കോ എത്തിപ്പെടരുത് എന്ന് ആഗ്രഹിച്ചിട്ടാണ്. അല്ലാതെ ചെറിയ ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിച്ച് ജീവിതം പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സേവിങ്സ് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അതും നമ്മുടെ ജീവിതത്തെ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കും, വലിയ പുരോഗതിയിലേക്ക് നയിക്കും. അങ്ങനെയുള്ള ആളുകളായിട്ട് മാറുക. ഈ 5 കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഒന്നാമത്, നല്ല ഇൻഷുറൻസ് നമ്മൾ എടുക്കുക. ഒരു പെൻഷൻ സ്കീമിൽ നമ്മൾ പങ്കാളികളാവുക. റിട്ടയർമെന്റ് ലൈഫിന് മുമ്പ് നമ്മുടെ സകല ബാധ്യതകളും തീർക്കുക. 4ാമത് പറയാനുള്ളത്, നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റിവെക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിച്ചിട്ട് എനിക്ക് ജീവിക്കാൻ സമയം കിട്ടിയില്ല എന്ന് പരാതി പറയുന്ന ഒരാളായിട്ട് മാറാതിരിക്കുക. ഏറ്റവും ഒടുവിൽ നമ്മൾ സേവിങ്സ് മ്യൂച്വൽ ഫണ്ടുകളിലോ SIP പോലുള്ള നല്ല പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റ് എന്ന രീതിയിൽ ചെറിയ ചെറിയ എമൗണ്ടുകൾ മാസാമാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിലെത്തുമ്പോൾ ഒരു വലിയ എമൗണ്ട് നമുക്ക് കിട്ടുകയും പിന്നീടുള്ള ജീവിതം കുറേ കൂടി സന്തോഷത്തോടെ സമാധാനത്തോടെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് നമുക്ക് മാറാനും കഴിയും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി.